എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിടുതലുകളൊന്നും നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരണമേ. അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മേൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നമ്മൾക്ക് ഒരു വിടുതൽ കിട്ടുന്നില്ല. ഒരു പരിധി വിട്ട് നമ്മളുടെ ആത്മീയ ജീവിതമാകട്ടെ ഭൗതിക ജീവിതമാകട്ടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വണ്ണം പാടുപെടുന്ന സിറ്റുവേഷൻസ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാറുണ്ട്. ചില വിഷയങ്ങൾക്ക് അങ്ങനെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ഏത് ആൾക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലും ഒരു വിടുതൽ കാണാത്ത വിധത്തിൽ നമ്മളിങ്ങനെ കുടുങ്ങി ഇങ്ങനെ കിടക്കുന്ന വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ സ്വന്തം വിഷയങ്ങളാകാം, കുടുംബത്തിൻ്റെ വിഷയങ്ങളാകാം, തലമുറകളുടെ വിഷയങ്ങളാകാം, അല്ലെങ്കിൽ എന്താ പറയുക തലമുറകളുടെ വിവാഹത്തിൻ്റെ വിഷയങ്ങളാകാം, പഠനത്തിൻ്റെ വിഷയങ്ങളാകാം, ജോലിയുടെ വിഷയങ്ങളാകാം. ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ നമ്മൾക്ക് ഒരിക്കലും പുറത്തോട്ട് വരുവാൻ കഴിയാതെ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ ഇരിക്കുന്ന ചില ബന്ധനങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് നമ്മൾക്ക് പുറത്തു വരുവാൻ കഴിയാത്ത ചില സിറ്റുവേഷൻസ് നമ്മളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും ദൈവം നമ്മൾക്കതിനൊരു വിടുതൽ തരുവാനായിട്ട് പോവുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്. അത് ഏതാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾക്ക് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിനകത്തോട്ട് വരണം. അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. എന്ന് വെച്ചാൽ മോക്കേഴ്സ്, നിങ്ങൾ പരിഹാസികളായിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരാകരുത്, പരിഹാസികളാകരുത് എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ അബ്രാഹമിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും. അബ്രാഹമിൻ്റെ ആദ്യത്തെ പുത്രൻ ആരാണ്? ഇസ്മയേൽ അല്ലേ? ദൈവത്തിൻ്റെ ഒരു വഴിപ്രകാരം ഉണ്ടായതല്ല, കുറുക്ക് വഴിയിലൂടെ ഉണ്ടായതാ. എന്നാൽ ഇസ്മയേലായിരുന്നു ദൈവം അബ്രാഹമിന് ആദ്യം കൊടുത്ത ഒരു മകൻ അല്ലേ? അതിനുശേഷമാണ് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നത്. ഓർക്കണമേ, ഈ ഇസഹാക്ക് ജനിക്കുന്നിടം വരെ അല്ലെങ്കിൽ ഇസഹാക്കിന് കുറച്ച് വളർച്ച എത്തുന്നിടം വരെയൊക്കെ ഈ ഇസ്മയേൽ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ ഈ ഇസ്മയേലിൻ്റെ അമ്മയെയും കൂടെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ സാറ അബ്രാഹമിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ദാസിയുടെ മകൻ പരിഹാസിയാണെന്ന് പറഞ്ഞു അല്ലേ? ആ പരിഹസിക്കുന്നത്, അതായത് ആരെയാ പരിഹസിക്കുന്നത്? വാഗ്ദത്ത സന്തതിയെ പരിഹസിക്കുന്ന ഒരു പരിഹാസിയായിരുന്നു ആര്? ഇസ്മയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാസിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആര് പറഞ്ഞു? സാറ അബ്രാഹമിൻ്റെ അടുത്ത് പറഞ്ഞു. അബ്രാഹം അത് കേട്ടിട്ട് മുഷിഞ്ഞു. കാരണം രണ്ടും കുഞ്ഞുങ്ങളാണ് അല്ലേ? അബ്രാഹമിൻ്റെ മക്കളാണ് രണ്ടും. മറ്റേ സാറയെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്ക് മാത്രമേ സാറയുടെ ആകുന്നുള്ളൂ, മറ്റത് ദാസിയുടെ പുത്രനാണ്. പക്ഷേ അബ്രാഹമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ആരാണ്? അബ്രാഹമിൻ്റെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് അബ്രാഹം അത് കേട്ടിട്ട് മുഷിഞ്ഞു. പക്ഷേ ദൈവം അവിടെ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ അവന് ഈ സാറ പറയുന്നത് അങ്ങ് കേട്ടേരെ, നീ ആ ദാസിയെ മകനെ കൂടെ അങ്ങ് പുറത്താക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം അതിന് അനുവാദം കൊടുത്തത് എന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും, ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവമാണ് എന്ത്? ഈ പരിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ബൈബിളിനകത്ത് പറയുന്നുണ്ട്, ബാലൻ എന്ന് തന്നെയാണ് ഇസ്മായിലിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചിൻ്റെ പരിഹാസത്തിന് ഇത്രമാത്രം എന്താ പറയുക ഒരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾക്ക് തോന്നും. എന്നാൽ അതിന് മുൻപോട്ട് വായിച്ചു കഴിയുമ്പോൾ, അതിന് പിറകോട്ട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ഈ നമ്മുടെ ദാസിയായിരിക്കുന്ന ഹാഗാറിലും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. സാറായെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഈ ദാസിക്കുണ്ടായിരുന്നു, ഈ ഹാഗാറിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാഗാറിലെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഹാഗാർ ചെയ്യുന്നത് കേട്ടിട്ടായിരിക്കാം ഈ കുഞ്ഞും എന്ത് ചെയ്തത്, ഈ ഇസ്മായിലും എന്ത് ചെയ്തത്, ഈ വാഗ്ദത്ത സന്ധ്യത്തെ പരിഹസിക്കുവാനായിട്ട് തുടങ്ങിയത്. എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഇസ്മായിൽ ആരെ കണ്ടാ വളരേണ്ടത്? ഇസ്മായിലിനെ നന്നായി വളർത്തേണ്ടത് ആരാ? നമ്മുടെ ഹാഗാറാണ് വളർത്തേണ്ടത് അല്ലേ? പക്ഷേ ഹാഗാറിൽ ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അതാർക്ക് ദോഷമാണ്? വാഗ്ദത്ത സന്തതിക്ക് അത് ദോഷമായിട്ട് തീരും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഒരു ദാസിയെ മകനെയും കൂടി അങ്ങ് പുറത്താക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ത്? ഈ പരിഹാസം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും, ഓ അതൊരു നിസ്സാര കാര്യമല്ലേ എന്ന് തോന്നും. എന്നാൽ ദൈവം അത് ഭയങ്കരമായിട്ട് അതിനെ എന്താണ്? അതിനെ വെറുക്കുന്നുണ്ട്.
അതുകൊണ്ട് ആ ദാസിയെ മകനെ കൂടി പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞത്. വേറെ ഒരു കാരണവും പറയുന്നില്ല അല്ലേ. സാറ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. ഇവൻ പരിഹാസിയാണെന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കാൻ വേണ്ടിയിട്ട് സാറ റെക്കമെൻഡ് ചെയ്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ പരിഹാസി വീട്ടിലുള്ളിടത്തോളം കാലം വാഗ്ദത്ത സന്തതിക്ക് വാഗ്ദത്തത്തിലോട്ട് എത്തുവാൻ വളരുവാനായിട്ട് കഴിയത്തില്ല. അവനും എന്തായിത്തീരും? ഒരു പരിഹാസിയായിട്ട് തീരും. അതുകൊണ്ടാണ് ദൈവം എന്ത് പറഞ്ഞത്? ഹാഗാറിന്റെ മകനെ കൂടെ പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ 28-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ ദൈവം ശരിക്കും ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രയേലിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അധിപതികളെക്കുറിച്ചും ദൈവം ആക്കി വെച്ചിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്താണ്? അവർ പരിഹാസികളായിട്ടിരിക്കുകയാണ്. ജനത്തെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് പകരം അവർ പരിഹാസികളാണ്. വീഞ്ഞു കുടിച്ച് മദ്യം കുടിച്ച് പരിഹാസികളായിട്ടിരിക്കുകയാണ്. എങ്ങനെ ഈ പരിഹാസികളായി തീർന്നത്? അവരെന്താണ്? ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശായിലൂടെ പറഞ്ഞതൊന്നും ആരാണ്? ഏശയാവിലൂടെ പറഞ്ഞതൊന്നും ഇവരങ്ങ് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് അനർത്ഥം വരുവാൻ പോവുകയാണ്, മാനസാന്തരപ്പെടണം എന്നൊക്കെ ഈ പ്രവാചകൻ കിടന്നുകൊണ്ട് തൊണ്ട കീറി പ്രവചിക്കുന്നതൊന്നും ആര് കേൾക്കുന്നില്ല? ഈ അധിപതികൾ മൈൻഡ് ചെയ്യുന്നില്ല. അവർ ജനത്തെ തെറ്റായ ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ ആരായി തീർന്നിരിക്കുകയാണ്? ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാടുകളോട്, ദൈവത്തിൻ്റെ പ്രവാചകനോട് ഇവർ പരിഹാസികളായിട്ട് തീർന്നിരിക്കുകയാണ്. ആരാണ്? ജനങ്ങൾ മാത്രമാണോ? അല്ല. ജനങ്ങളെ ആ വിധത്തിലോട്ട് എത്തിക്കുന്നത് ആരാ? അധിപതികളും പുരോഹിതന്മാരും അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള പ്രവാചകന്മാരും ഒക്കെ തന്നെ എന്താണ്? ഇവരെ ഇങ്ങനെ തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ജനത്തോട് വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ ആരാകരുത്, അവരെ പോലെ പരിഹാസികളാകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തോട് പരിഹാസം എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അല്ലേ. വചനത്തിൽ ഓരോന്നും കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. നമ്മളതൊന്നും ഒത്തിരി ശ്രദ്ധിക്കാറില്ല അല്ലേ. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്താ പറയുക, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അർത്ഥങ്ങളിലേക്ക് തെറ്റായ വചനവ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ അതിനെ നമ്മൾ എതിർക്കണം. അതിനെയല്ല ഞാൻ പറയുന്നത്. തെറ്റ് കാണുമ്പോൾ അതിനെ ആരാണെങ്കിലും അതിനെ എതിർക്കണം, അതല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാളിലൂടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ നമ്മൾക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ വരുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കും. അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ എന്തിനേറെ പറയുന്നു. ഇവിടെ ഞാനും ഒരു എന്താ പറയുക വീഡിയോയിലൂടെ ദൈവം എനിക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കുവാണ്. അപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചിലരൊക്കെ ഇപ്പോഴല്ല കുറച്ചൊക്കെ മുന്നേ ഒക്കെ ഇങ്ങനെ പരിഹാസമായിട്ട് വരും. എന്ന് വെച്ചാൽ അവർ പരിഹസിക്കുന്നത് സംസാരത്തെ പരിഹസിക്കും, എന്ന് വെച്ചാൽ ഭാഷകളെ പരിഹസിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഓരോ സ്ഥലത്തും ഓരോരുത്തർ സംസാരിക്കുന്ന ഭാഷകളൊക്കെ ഡിഫറൻ്റാണ് അല്ലേ. ഓരോ ജില്ലകളിലും ഓരോരോ വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്, ഇപ്പം ഞാൻ പറയാം, എറണാകുളത്ത് സംസാരിക്കുന്നവരുടെ ഭാഷ ചിലപ്പോൾ തൃശ്ശൂരുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. തൃശ്ശൂരുള്ളവരുടെ ഭാഷ എറണാകുളംകാർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. ഇനി ഇവർക്ക് രണ്ടുപേർക്കും കോട്ടയംകാരുടെ ഭാഷ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. ഇനി ഇവർക്കാർക്കും കണ്ണൂരുകാരുടെയും കാസർഗോഡുകാരുടെയും ഭാഷ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് മനസ്സിലാകത്തുമില്ല. ഓരോന്നും ഡിഫറെൻ്റ് അല്ലേ. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ സംസാരിക്കുന്നതാണ് കറക്റ്റ്. നിങ്ങൾ ഈ കോട്ടയംകാരോടൊന്ന് ചെന്ന് പറഞ്ഞു നോക്കിക്കും. കോട്ടയത്തുള്ളവരോട് നമ്മൾ ഭാരതം, ഭാര്യ, ഭർത്താവ് എന്നാണ് പറയുന്നത്. പക്ഷെ അവരങ്ങനെയല്ല പറയുന്നത്. അവർ പറയുന്നത് ഭാര്യ, ഭർത്താവ് എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. ഇതിൻ്റെ ഒന്നും പേരിൽ നമ്മൾ ആരെയും പരിഹസിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഗ്രഹിക്കുവാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യും? നമ്മളെ കഴിഞ്ഞും കൊച്ചായിട്ട് കാണും അല്ലേ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരെ നമ്മളെ കഴിഞ്ഞും ശ്രേഷ്ഠരായിട്ട് എണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ എന്താ പറയുക, ക്രിസ്ത്യൻ ഗോളത്തിലോട്ട് കിടന്നിരിക്കുക. നമ്മളൊരു നിലയും വിലയും ഒക്കെ നോക്കിയും നമ്മൾ ആൾക്കാരെ അളക്കത്തുള്ളൂ. ഇനി ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് നല്ല കറക്റ്റായിട്ടൊരു പ്രവചനം പറഞ്ഞാലും നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താ? നമ്മൾ അവരെ അളക്കും അല്ലേ. അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കും, അവരുടെ എന്താ പറയുക സൂട്ടാണോ കോട്ടാണോ ഇട്ടേക്കുന്നതെന്ന് നോക്കും, അവരുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കും, അവർ വന്നിരിക്കുന്ന കാറിൻ്റെ വലിപ്പം നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇന്നൊരു തരം തിരിച്ച് ശുശ്രൂഷകന്മാരെയൊക്കെ കാണുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മളുടെയൊക്കെ ഇടയിലുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ദൈവത്തിന് ഇതൊന്നും താല്പര്യമുള്ള വിഷയമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ചിലപ്പോൾ അവർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് കൊടുത്തതായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അവരുടെ ആ ഒരു ലുക്ക് നോക്കിയിട്ടൊന്നും നമ്മൾക്ക് എന്താണ് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല.
പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ ഒരു പരിഹാസം നമ്മളുടെ ഉള്ളിൽ അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർക്ക് ഇതൊക്കെ എന്താണ് നമ്മളുടെ വിടുതലുകൾക്ക് തടസ്സമായിട്ട് നിൽക്കും. അതുപോലെ ഓരോരുത്തരുടെയും സംസാരത്തിൽ അല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ദൈവം പഠിപ്പിച്ചതാണ് കേട്ടോ. ഞാനിതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ എസ്കലേറ്ററിൽ, നമ്മൾക്കറിയാം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ, എസ്കലേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുൻപോട്ട് താഴോട്ട് ഇറങ്ങേണ്ടതാണ്. അപ്പോഴിങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുൻപിൽ കുറച്ച് ആൾക്കാർ വേറെ സ്ഥലത്ത് നിങ്ങാണ്ടെന്ന് വന്നതാണ്. അവരാദ്യമായിട്ട് അതിനകത്ത് കയറുന്നത്. അപ്പോൾ അവരവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ തിത്തേ കളിക്കുവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സ്ഥിരം ഇതിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് യൂസ്ഡ് ആണ്. പക്ഷേ ആദ്യ സമയങ്ങളിൽ കയറിയപ്പോൾ എനിക്കും ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതൊരു യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചത്, ഇതിനകത്തൊക്കെ ഇവരെന്തിനാ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ കേട്ടോ, ഇവരൊക്കെ എന്താണ് ഇത്രയും ഇതിനകത്ത് ഈ എന്താ പറയുക, ഇത്രയും പേടിക്കാനിരിക്കുന്നത്, അങ്ങ് സ്റ്റെപ്പ് എടുത്തങ്ങ് വെച്ചാൽ പോരെ എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ അത്രയും റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഞാൻ വീഴാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പുറകോട്ട് വന്നു. ഞാൻ വീഴാൻ പോയിട്ട് ഞാൻ പുറകോട്ട് തിരിച്ചു കയറി വന്ന് അതേ പിടിച്ച്, നമ്മൾക്കറിയാം എസ്കലേറ്റർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് പുറകോട്ട് വരിക, താഴോട്ട് ഇറങ്ങുന്നതാണ്. മുൻപോട്ട് കയറി പോകുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബാലൻസ് കിട്ടും. ഇറങ്ങി പോകുന്നതിനകത്ത് തീരെ ബാലൻസ് കിട്ടത്തില്ല. അന്ന് അതിനൊരു ഇച്ചിരി സ്പീഡും കൂടുതലായിരുന്നു. ഞാൻ വേഗം അതിനകത്ത് പിടിച്ച് അതേ എന്താ പറയുക, അട്ട പിടിക്കുന്ന പോലെ പിടിച്ച് പുറകോട്ട് വന്നിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. പിന്നെ ആ പുറകോട്ട് മുൻപോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതിനോട് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ഭയവും കൂടെ ആയിരുന്നു. പക്ഷേ അവിടെ എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമാണ്. എനിക്കും എൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇത് ആദ്യം എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു, ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് കയറാൻ വന്ന അവരോട് എനിക്ക് ഉള്ളിൽ എന്ത് തോന്നി, ഒരു പുച്ഛഭാവം എനിക്കങ്ങ് തോന്നി, അല്ലെങ്കിൽ ഒരു പരിഹാസം എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ദൈവം എന്നെ അവിടെ വെച്ച് പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും വേറൊരാളെ പരിഹസിക്കാൻ നിൽക്കാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ജയിച്ചു എന്നല്ല, എന്നാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നോട് മാക്സിമം ഞാനത് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിക്കാത്ത ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, അത് അവരും അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ, എൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞതല്ലേ, അവരാരും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ളറിഞ്ഞ ഒരു ദൈവം അത് കണ്ടു. അതുകൊണ്ട് ആ ദൈവം എന്നെ അവിടെ വെച്ചത് തിരുത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റുള്ളവരോടുള്ള പരിഹാസം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലായിരിക്കും അല്ലേ. നമ്മളുടെ കൂട്ടത്തിൽ ആരാധിക്കാൻ വരുന്നവരോട് നമ്മൾക്കൊരു പരിഹാസമായിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ചെരുപ്പൊന്നും ഇടാതെ ചിലപ്പോൾ ഒരാൾ ചർച്ചിലോട്ട് പോകുന്നുണ്ടാകും. നമ്മൾ വലിയ കാറിലാണ് പോകുന്നത്, അവരെ കേട്ടാൽ നമുക്ക് മടിയാണ്. കാരണം എന്താ, അവരുടെ കാലിലെ ചെളി നമ്മുടെ കാറിലാകുമോ എന്നുള്ളൊരു ഭയം നമ്മൾക്ക് വരുവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലരുടെ പ്രാർത്ഥനയെ നമ്മൾ പരിഹസിക്കും, ചിലരുടെ ജീവിതത്തെ നമ്മൾ പരിഹസിക്കും, ചിലരുടെ അവസ്ഥകളെ നമ്മൾ പരിഹസിക്കും. ഇതൊക്കെ അറിയാതെ ചെറുതായിട്ട് പോലും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഉൾപ്പെടെ എന്നോടും കൂടിയാണ് പറയണേ. ഏത് വചനം പറയുമ്പോഴും അത് എനിക്കും കൂടെ അല്ലേ, നമ്മളെ പിടിക്കുമ്പോൾ നമുക്കും കൂടിയാണ്, എനിക്കും കൂടിയാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരുമാകട്ടെ, നമ്മൾ ഒരാളെ പരിഹസിക്കുവാനായിട്ട് നിൽക്കണ്ട. അതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ട എന്നല്ല. അത് പ്രവാചകനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും അച്ഛനാണെങ്കിലും മെത്രാനാണെങ്കിലും തെറ്റാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത് വേറെ വിഷയം, അതല്ല ഞാൻ പറയുന്നത്. അതും പരിഹാസവും രണ്ടും രണ്ടാണ്. ഓക്കെ, ഞാനൊരു 8 എക്സാമ്പിൾ കൂടെ പറയാം. ഒരു പ്രവാചകനുണ്ടായിരുന്നു. പ്രവാചകൻ എന്ന് വെച്ചാൽ ഒരു ശുശ്രൂഷക്കാരനാണ്. ഈ പുള്ളി കുറേ വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെ ആ പുള്ളിയുടെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞ കള്ളപ്രവാചകനാണ്. പുള്ളി മറ്റുള്ളവരോട് പറയുകയാണ്, ഈ പുള്ളിയിലുള്ള ശുശ്രൂഷ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏലീഷയുടെ അടുത്ത് അല്ലേ ഒരു സ്ത്രീ ഏലീഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു റൂമൊക്കെ ഒരുക്കി കൊടുത്തായിരുന്നു അല്ലേ. എന്നിട്ട് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, കുഞ്ഞൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഏലീഷ പ്രവാചകൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ആ റൂമിനകത്ത് കിടന്ന് കതകടച്ച് ആ കുഞ്ഞിൻ്റെ മേലോട്ട് കമന്ന് കിടന്ന് അതിന് ദൈവം ആ ഒരു പ്രവാചകനിലുള്ള ജീവൻ കൊടുത്ത ഒരു ചരിത്രമുണ്ട് അവിടെ. അത് ദൈവത്തിൻ്റെ ഒരു ആത്മീയ മർമ്മമാണ്, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവം പ്രവാചകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുത്ത് പ്രവാചകൻ അങ്ങനെ ചെയ്ത് ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയതാണ്. അത് കഴിഞ്ഞ് വേറെയും നമ്മൾക്ക് പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ അപ്പസ്തോലന്മാരുടെ മിനിസ്ട്രിയിലൊന്നും നമ്മളത് കാണുന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക, ഓരോ സമയത്തും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളതുപോലെ ദൈവം ഉപയോഗിക്കും. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഒക്കെ ആത്മാവാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കരുത്. അപ്പോൾ ഒരു പ്രവാചകന് ഈ ഒരു ഭാഗം എടുത്തുകൊണ്ട് പുള്ളി പെണ്ണുങ്ങളോടൊക്കെ പറയുന്നത്, എൻ്റെ ശുശ്രൂഷ അതാണ്, ഞാനിങ്ങനെ മേത്ത് കയറി കിടന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പുള്ളിയുടേതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ കള്ളന. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതാണ്. ഇവിടെ പ്രവാചകൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെയാണ്. ഓക്കെ,
അത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരു മർമ്മം നമ്മൾക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊരു കൊച്ചു കുഞ്ഞിൻ്റെയായിരുന്നു. പക്ഷേ ഒരു പ്രായപൂർത്തിയായ ഒരു ആൾ വന്നിട്ട് ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ മേലിലൊക്കെ കയറി കിടന്ന് അങ്ങനെ പ്രവചിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ ദൈവം അനുവദിക്കുന്നതാണോ? അല്ല. അത് പുള്ളി ചുമ്മാ ഉടായിപ്പായിരുന്നു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് കുറേ സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത കഥകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുവാൻ കാരണം അങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ കള്ളെന്ന് വിളിച്ചു നിർത്തുകൊണ്ട് ഒന്നും പറ്റത്തില്ല. അവന്മാർ കള്ളന്മാരാണെന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അനേകർ പോയിട്ട് അവരുടെ കെണിയിൽ കുടുങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അതല്ല ഞാൻ പറഞ്ഞു വരുന്ന ഈ പരിഹാസം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാൻ മേലാത്ത വിഷയം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ദേവദാസനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അച്ഛനെ കുറിച്ചോ അവർ പ്രാർത്ഥിക്കുന്നത്, പ്രവചിക്കുന്നത്, അവർ വചനം വിശദീകരിക്കുന്നത് തെറ്റാണെങ്കിൽ അത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാം. വചനവിരുദ്ധമാണ് പറയുന്നതെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ വേറൊരാൾ പറയുമ്പോൾ ഞാൻ അതിനെ എതിർക്കാനായിട്ട് പോയി അവരെ പരിഹസിക്കാനായിട്ടോ നിൽക്കരുത്. രണ്ടാമത്തത് എന്താണ്? പലരും അന്യഭാഷകളെയൊക്കെ പരിഹസിക്കുന്നുണ്ട്. നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നോളുക. കിട്ടിയവരത് ഉപയോഗിക്കട്ടെന്നേ. കിട്ടാത്തവർക്ക് അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾക്കറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ പരിഹസിക്കുവാനായിട്ട് പോകരുത്. ഇനി ഒരാൾ പറയുന്ന ഭാഷ ദൈവാത്മാവ് കൊടുത്തതാണോ? പലരും പല ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവാത്മാവ് കൊടുത്തതും പിശാച് കൊടുത്തതും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കത് കറക്റ്റായിട്ട് അറിയാൻ മേലാത്തടത്തോളം കാലം നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പോകണ്ട? നമ്മൾ വിധിക്കുവാനോ അവരെ പരിഹസിക്കുവാനായിട്ടോ നമ്മൾ പോകണ്ട. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മളുടെ വിടുതലുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണിത് കേട്ടോ. പിന്നെ ചിലരെന്താണ് വലിയ ആൾക്കാരായിത്തീരും. ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്നതാണെങ്കിലും ദൈവം അവരെ മാനിച്ച് ഇപ്പം നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഒരു പരിഹാസം അല്ലേ? ചില ആൻറ്റിമാർക്കും അച്ചായമാർക്കും ഒക്കെ ഒരു പരിഹാസം, അവരെ കാണുമ്പോൾ ഒരു പരിഹാസം, അവരുടെ കഴിപ്പ് കാണുമ്പോൾ ഒരു പരിഹാസം, അവരുടെ ഇരിപ്പ് കാണുമ്പോൾ ഒരു പരിഹാസം, അവരുടെ നടപ്പ് കാണുമ്പോൾ ഒരു പരിഹാസം. ഇതൊക്കെ മറ്റാരും കണ്ടില്ലെങ്കിൽ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനെ അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒരു പരിഹാസിച്ചിരി, മറ്റേ ആളെ നോക്കി. ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വേറെ ആരും ഇത് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. ഇത് നീയും ഈ അടുത്തിരിക്കുന്ന ആൾ മാത്രമേ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. ആ വ്യക്തി പോലും, നമ്മൾ ആരെയാണോ പരിഹസിച്ചിരിക്കുന്നത് ആ വ്യക്തി പോലും അത് അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവം ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ തലമുറകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുത്തുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിഹാസികളാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം നാളെ അതൊക്കെ തിരിച്ചെടുക്കാനും ദൈവത്തിന് കഴിയും. ദൈവം തന്നത് ദൈവത്തിന് തിരിച്ചെടുക്കാനും അറിയാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല, ചെയ്യും. നമ്മളുടെ രീതി നടപ്പുകളും ശരിയല്ല എങ്കിൽ, നമ്മൾ പരിഹാസികളായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ദൈവം അതൊക്കെ ചിലപ്പോൾ തിരിച്ചെടുത്തു വരും. അപ്പോൾ ഇതേ സിറ്റുവേഷനിലൂടെ നമ്മൾ പോയെന്നിരിക്കും. രോഗികളെ കാണുമ്പോൾ, അവരുടെ അവസ്ഥകളെ കാണുമ്പോഴൊന്നും നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പോകണ്ട? അവരെ പരിഹസിക്കുവാനായിട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ വിടുതലിന് തടസ്സമാകും. രണ്ടാമത്തത് എന്താണ്? നമ്മളുടെ ബന്ധനങ്ങൾ മുറുകുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പ്രവചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. പിന്നെ തെറ്റായ പ്രവചനമാണ് പറയുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുകയൊന്നും വേണ്ട. അല്ലാത്തതൊക്കെ നമ്മളങ്ങ് ഏറ്റെടുത്തോളുക. ഇനി നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, വിട്ടേരെ. നമ്മൾ അവരെ പരിഹസിക്കാനായിട്ട് പോകണ്ട. എന്ന് വെച്ച് വചനത്തിന് വിരുദ്ധമായി പറയുന്നതിനോട് നമ്മൾ സന്ധി സംഭാഷണം നടത്തണം എന്നല്ല ഞാൻ പറയുന്നത്. വചനത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അതിനെ നമ്മൾ എതിർക്കണം. തെറ്റാരുടെ ഭാഗത്ത് കണ്ടാലും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അതും പരിഹാസവും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനോടും ദൈവത്തിൻ്റെ അരുളപ്പാടുകളോടും ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ പരിഹസിക്കുവാനായിട്ട് പോകേണ്ട. ഇത് വിശ്വാസികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. ഇത് ആത്മീയ നേതൃത്വത്തിൽ ദൈവം ഇതിനകത്ത് ആദ്യം തുടങ്ങിയത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പ്രോഫിറ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, പുള്ളി പറഞ്ഞൊരു കാര്യം നടന്നു. ഏതാണ്ട് എവിടെയോ എന്തോ ഉരുൾപൊട്ടലോ എന്തോ സംഭവിക്കും എന്ന് പുള്ളി പ്രവചിച്ചിരുന്നു. അത് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു അച്ചായൻ ഒരു കമൻ്റ് ഇട്ടു. അപ്പോൾ ഈ അച്ചായൻ കമൻ്റ് ഇട്ട് ചോദിച്ചത്, അപ്പോൾ ഇനി അതിന് മുന്നേ ഒന്നും എന്താ പറയുക, ഇത് പ്രവചിച്ചപ്പോൾ അത് മാറ്റിക്കളയാൻ പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ഒരു കമൻറ്റ് പുള്ളി അതിന് ഓപ്പോസിറ്റായിട്ട് എഗനസ്റ്റ് ആയിട്ട് ഇട്ടു. അന്നേരം ഒട്ടനെ ഈ പ്രവാചകൻ കൊടുത്ത മറുപടിയാണ്. പ്രവാചകൻ കൊടുത്തത് അച്ചായൻ്റെ ഭ്രാന്ത് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം അച്ചായൻ ആദ്യം അച്ചായൻ്റെ ഭ്രാന്ത് മാറ്റിയിട്ട് വരാൻ. അച്ചായന് ഭ്രാന്തൊന്നുമില്ല. ഈ പുള്ളിക്ക് ആ ഒരു വിമർശനം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് പുള്ളി നേരെ കൊടുത്ത മറുപടിയാണ്. ഇവിടെ പ്രവാചകനും പരിഹാസിയായി, ഈ അച്ചായനും പരിഹാസിയായി. രണ്ടുപേരും അവിടെ ആരായി തീർന്നു? പരിഹാസികളായി തീർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കാൻ നിൽക്കണ്ട. കാണുന്ന ദൈവം അതിന് മറുപടി കൊടുത്തോളും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മൾ അതിനകത്ത് മറുപടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കടം അവിടെ വീടി, പിന്നെ ദൈവം അതിനകത്ത് ഇടപെടത്തൊന്നും ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഈ
ഈ ഒരു വിഷയം വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ പരിഹാസികളാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ നമ്മളെ കഴിഞ്ഞും ശ്രേഷ്ഠരെന്ന് എണ്ണുവാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണമില്ല എങ്കിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരെ പരിഹസിച്ചും ഇങ്ങനെ കുറ്റം പറഞ്ഞുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലാകത്തേ ഉള്ളൂ. ഒരു വിടുതലുകളും ലഭിക്കാതെ നമ്മളിങ്ങനെ വർഷങ്ങൾ തള്ളി നീക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ നമ്മളുടെ ജീവിതത്തിൽ അതൊരു വിടുതലായിട്ട് മാറും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.